I'm here inside my house. Okay, you all know this is the thing. You all know we are not even like giving any attention to these criminals actually, and these criminals will be always watching us through phone, this and that. Through our phone is being watched by these criminals, monitored actually, and even these criminals are always monitoring us through our CCTV cameras and other something else actually. And I don't know how it is. These criminals are having some hidden cameras, and something is there actually. They know where we are moving, to which room we are, in which room we are in. Everything these criminals know, So these criminals are having some monitoring system anyway to see where we are and to create stories actually. When we go out of this like if we go just out of this like this gate, these criminals will create stories that we went somewhere. Like that, these criminals will be always creating some nasty stories. Okay. ഇങ്ങനെ സർവ്വസമയം നമ്മളെക്കുറിച്ച് സ്റ്റോറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അവരുടെ ജോലി. നമ്മളെക്കുറിച്ച് എപ്പോഴും മോണിറ്റർ ചെയ്യാൻ എന്തോ ഒരു സിസ്റ്റം ഇവർക്കുണ്ട്. എന്തായാലും ഭയങ്കര ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഇവന്മാർ ചെയ്യുന്നത്. ഞാൻ പോലീസിനോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവന്മാർ ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒന്നും പപ്പയാണ് കഴിക്കുന്നത്. ഞാനും എൻ്റെ അമ്മയ്ക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുത്തു, ഞാൻ പപ്പയാണ് കഴിച്ചത്. എന്നാലും 2 മണിയാകുമ്പോഴേ നമ്മളിനി എന്തെങ്കിലും കഴിക്കത്തുള്ളൂ. നമ്മളുടെ ദേഹത്തോട്ട് ഇതൊക്കെ അടിക്കുക, ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക. അപ്പം ഇതൊക്കെയാണ് ഇവന്മാരുടെ ജോലി എന്ന് പറയുന്നത്. പിന്നെ ചില അവന്മാർ വേറെ ആർക്കും ഒരു കുഴപ്പമില്ല, ഒരു അർജുൻ എന്ന് പറയുന്ന ഒരു അവനാണ് ഇപ്പം തുടങ്ങിയിരിക്കുന്നത്. ഏതവനാണെന്ന് നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഇവന്മാരുടെ എന്തോ ഒരു ഇതുള്ളവന്മാരാണ് ഇവന്മാരാൽ നിയോഗിക്കപ്പെട്ട ഏതോ ഒരവനാണ്. അപ്പോൾ അവനിങ്ങനെ നമ്മളെ ഇങ്ങനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഇവന്മാരുടെ ഇൻസ്റ്റിഗേറ്റിംഗ് ടെക്നിക്സ് ആണ്. നിങ്ങളിതൊരിക്കലും അതുപോലെ ഗ്യാസ് ലൈറ്റിംഗ്, അങ്ങനെ പല പല ടെക്നിക്സ് ഉണ്ട് ഇവന്മാർക്ക്. ഇവന്മാർ ഭയങ്കര കള്ളരാണ്. ഇപ്പം നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ വെട്ടത്തിരിക്കുകയാണെങ്കിൽ പോലും ഇവർ പറഞ്ഞ് കളയും, ഇപ്പോൾ ലൈറ്റില്ലെന്ന്. ലൈറ്റില്ല, അങ്ങനെ പല ഗ്യാസ് ലൈറ്റിംഗ് ടെക്നിക്സും ഈ കള്ളർക്കുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പല രീതിയിലാണ് പല ആൾക്കാരെ ഇവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇങ്ങനെ പല രീതിയിൽ ഇൻഷുറൻസ് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട്, ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ഗ്യാസ് ലൈറ്റിംഗ് ടെക്നിക്സ് ഇവന്മാർക്കുണ്ട്. സോ ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. അതുപോലെയാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് ടെക്നിക്സിൻ്റെ ഒരു ടെക്നിക്കാണ് നമ്മുടെ ഫോണിലേക്ക് സർവ്വസമയം ഇങ്ങനെ ഡിസീസിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഇടുക. മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു ടെക്നിക്കാണ്. അത് മാത്രമാണ് ഇങ്ങനെ വരിക. ക്യാൻസറിനെ കുറിച്ച്, കൈ പൊക്കാൻ വയ്യ, മറ്റേത് വയ്യ, ടെന്നീസ് എൽബോ, മറ്റേത് മറിച്ചേത്, ഹിപ്പ് റീപ്ലേ എല്ലാം ഇങ്ങനെ ക്യാൻസർ, 40ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്നു, 106ാം വയസ്സ് വരെ ജീവിച്ചു. അപ്പോൾ ഇങ്ങനെ ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യുക, നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക. നമ്മൾ ദിവസവും ബ്ലോക്ക് ചെയ്യും, പക്ഷേ ദിവസവും ഇങ്ങനെ വരികയാണ് പിന്നെ പല ഇതിൽ കൂടെ. അപ്പോൾ ഇതാണ് ഇവരുടെ ടെക്നിക്കാണ്. ഇതെല്ലാം ഭയങ്കര കള്ള ജാതികളാണ് ഇവന്മാർ. നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ ജോളി മോളുടെ കൂട്ടുള്ള ആൾക്കാരാണ് ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷനോ ക്വാളിഫിക്കേഷനോ ഒന്നും കാണത്തില്ല. പക്ഷേ ഇവർ സമൂഹത്തിൻ്റെ മുന്നിൽ അങ്ങ് ഭയങ്കര ടാഗൊക്കെ ഇട്ടുകൊണ്ട് നടക്കും. ഏതെങ്കിലുമൊക്കെ അടുത്തുനിന്നുള്ള ടാഗൊക്കെ എടുത്ത് തൂക്കിയിട്ടുണ്ട് നടന്നിട്ട് പറയും ഇവർ വലിയ പൊസിഷനിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇവർ വലിയ PhD ഹോൾഡറാണ്. ഒന്നും കാണത്തില്ല, ഭയങ്കര കള്ളത്തരമാണ്. പിന്നെ ഇന്നലെ തന്നെ രാജമ്മ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ അമ്മയെ ജസ്റ്റ് ഒരു കോൾ ഇങ്ങനെ മിസ്ഡ് കോൾ ഇങ്ങനെ ഇടുക. അങ്ങനെ ഇവർക്ക് ഭയങ്കരമായ കള്ളത്തരങ്ങളുണ്ട്. അവരുടെ കണ്ണ് പോകുന്നതാണ് ഈ രാജമ്മ എന്ന് പറയുന്ന വ്യക്തിയുടെ. കള്ളിയാണ്, ഭയങ്കര കള്ളിയാണ്. ഇങ്ങനെ നോക്കും, നമ്മുടെ കണ്ണിങ്ങനെ നമ്മളെ ഇങ്ങനെ ഇങ്ങനെ ഇവരുടെ കള്ളത്തരങ്ങൾ കൊണ്ടുള്ള ആ ഒരു ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഇതാക്കാനുള്ള, നമ്മളെ എങ്ങനെ ട്രാപ്പ് ചെയ്യാമെന്നുള്ള ആ ഒരു ഉദ്ദേശമാണ് എപ്പോഴും. അതിൽ ഭയങ്കര വട്ടായിരുന്നു ഇവർ ഇവർ ഈ SNDP നോക്കി അങ്ങ് തൊഴുക, പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന പ്രതിഭകളെ നോക്കി തൊഴുക. ഇവരുടെ വിചാരമുണ്ടോ ദൈവം ഈ തെറ്റായ ആൾക്കാരുടെ കൂടെ കൂട്ടുനിൽക്കുമെന്നാണ് ഇവർ ഈ തൊഴുതു ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഇവർക്ക് എന്തൊക്കെയോ അങ്ങ് മെൻ്റലി വലിയ ഡിസ്റ്റർബൻസ് ആയിട്ട് മാറിയിരിക്കുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റുള്ളവരെ എങ്ങനെ ഇതാക്കണം എന്നുള്ള രീതിയിൽ പല രീതിയിൽ ഇവർ ഇരിക്കത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ രാജമ്മ എന്ന് പറയുന്ന സ്ത്രീ അവരങ്ങ് ഇരിക്കാതെ ഭയങ്കര ഇങ്ങനത്തെ ഉള്ള ആക്ടിവിറ്റീസിലങ്ങ് ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഇവരുടെ ജോലി. ഇവർക്ക് 88 വയസ്സുണ്ടെങ്കിൽ ഇവർ റെസ്റ്റ് ചെയ്യത്തില്ലായിരുന്നു. അതുപോലെ റെസ്റ്റ്ലെസ് ആയിട്ടായിരുന്നു ഇവരങ്ങ് പെരുമാറുന്നത്. അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് കയറുന്നു, അങ്ങനെ റെസ്റ്റ്ലെസ് ആണ്. ഇവർ ഒരു സ്ഥലത്ത് 5 മിനിറ്റ് ഇരിക്കത്തില്ല, അത്ര റെസ്റ്റ്ലെസ് ആയിരുന്നു ഈ സ്ത്രീ. അങ്ങനെ നമ്മളെ എങ്ങനെയെങ്കിലും ട്രാപ്പ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടാണ് ഇവന്മാരെപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ മുണ്ട് പൊക്കിയിട്ട് അവൻ്റെ അത് ഇങ്ങനെ അതേൽ പിടിച്ച് കാണിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് ഇവന്മാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ വിചാരം എന്താണ്, നമ്മൾ പെണ്ണുങ്ങൾ ഇതൊക്കെ കാണുമ്പോഴത്തേന് എന്തോ ഇവനെ അങ്ങനെ പറഞ്ഞ് ഇതാക്കുന്നതാണ്. ഇവന്മാരുടെ ഒരു ടെക്നിക്കാണ്, ഇവന്മാരെയും ഈ ഹണി ട്രാപ്പ് ചെയ്യുന്നവരുടെ ടെക്നിക്കാണ് ഇങ്ങനെ നമ്മുടെ പ്രൈവറ്റ് പാർട്സൊക്കെ കാണിക്കുക. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു സ്ത്രീ ഞങ്ങൾ ശുബ്രാം കോംപ്ലക്സിൽ നിൽക്കുമ്പം അവൾ ഇങ്ങനെ തുണി അവളുടെ സ്കേർട്ട് ഇങ്ങനെ പൊക്കി വെച്ചിട്ടൊന്നും ഇടാതെ ഇങ്ങനെ കാലിങ്ങനെ 2 സൈഡിലോട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചുകൊണ്ട് കിടക്കുന്ന ഈ സീൻ ഞാൻ കണ്ടതാണ്. അപ്പം നമുക്ക് മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ചെന്നത്, പക്ഷേ എൻ്റെ പാർട്ട്ണറിനെയാണ് ഇവൾ ഉദ്ദേശിച്ചത് ഹണി ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ടെക്നിക്സാണ്, അതാണ് ഇവനിവിടെ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തുണി ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ അവൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ പിടിച്ച് കാണിക്കുക. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു ഹീനമായ പ്രവൃത്തിയാണെന്ന്, എത്ര സബ്സ്റ്റാൻഡേർഡ് ആണെന്ന്. ഇവൻ്റെയൊക്കെ വിചാരം എന്താണ്? ഇതുപോലെ തന്നെയായിരുന്നു ഈ ബിജുപിയുടെ വീട്ടിൽ നമ്മൾ ചെന്നപ്പോൾ അവൻ്റെ ഒരു അച്ഛൻ്റെ അനിയനുണ്ട്, ഒരു പൊടിയൻ എന്നാണ് അവൻ്റെ പേര്. അവനിങ്ങനെ ഇവൻ്റെ ബിജുപിയുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ വരിക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വേറൊരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ട് വിളക്ക് കത്തിക്കാൻ വരിക. അങ്ങനെയൊന്നും വരുന്നവനല്ലായിരുന്നു ഇവൻ. പുതിയ സിസ്റ്റമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് ഇവൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തോർത്ത് മാത്രം കൊടുക്കുക, ഇങ്ങനെ നല്ലപോലെ കള്ളിയുള്ള തോർത്ത്, കാണാവുന്ന രീതിയിലുള്ള തോർത്ത് കൊടുക്കുക, അടിയിലൊന്നും ഇടാതെ ഇങ്ങനെ വരിക. അപ്പോൾ ഇവൻ്റെ വിചാരം നമ്മളിതെല്ലാം കാണുന്നുണ്ട്, അവൻ്റെ അകത്ത് കിടക്കുന്ന ഇതെല്ലാം അവൻ്റെ പ്രൈവറ്റ് പാർട്സൊക്കെ കാണും, അങ്ങനെ നമ്മൾ ഇവൻ്റെ കൂടെ പോവും എന്നൊക്കെയുള്ള ഉദ്ദേശമായിരിക്കാം, നല്ല ഉദ്ദേശമാണ്. അപ്പം നമ്മളിവനെ ഒഴിവാക്കി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പത്മാവതി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരുടെ തന്നെ വേറൊരു ആളിൻ്റെ ഒരു സ്ത്രീ അവിടെ വരുന്ന അവരോട് പറഞ്ഞു, ഇയാളെന്തിനാ ഇങ്ങനെ വരുന്നത്, നമുക്ക് പീരീഡ്സ് ഒക്കെ ആകുമ്പോൾ ഇയാളിങ്ങനെ വന്ന് കണ്ട വീട്ടിൽ വന്ന് വിളക്ക് കത്തിക്കേണ്ട കാര്യം ഇയാൾക്കെന്താ എന്നൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇയാളങ്ങ് സ്റ്റോപ്പാക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവനിങ്ങനെ ദിവസവും വരിക. അപ്പം ബിജുപി ഇങ്ങനെ പറയും, നിങ്ങൾ ദീപ പോയി തുറക്കാമെന്ന് പറയുവൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഉദ്ദേശം അതാണ്, ഇവന് പോയി തുറക്കരുതോ, അപ്പം നമ്മളെ വിടുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരെല്ലാം ഇങ്ങനെയുള്ള ഉദ്ദേശത്തോടെയാണ്, പല ഉദ്ദേശത്തോടെയാണ് ഇവന്മാർ വിടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവന്മാരുടെ ഈ ടെക്നിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ഇവന്മാരുടെ പല ടെക്നിക്സ് ഉണ്ട് നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ ഫേസ്ബുക്കിൽ കൂടെ ട്രാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഫേസ്ബുക്കിൽ പെൺപിള്ളേരെയൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ പല വീഡിയോ കോളിൽ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെയാണ് കേട്ടോ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇവന്മാരുടെ ജോലികളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്നിക്സൊക്കെ നമ്മളെ ദൈവം ഇങ്ങനെ നമുക്കുള്ള ഇതിൽ കൂടെ പറഞ്ഞു തന്നാണ് ഇതാക്കിയത്. എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ ചിലർ വന്ന് നിൽക്കുക, അങ്ങനെ പല എപ്പോഴും വന്നൊരാൾ നിൽക്കുക, പിന്നെ കൊച്ചിൻ്റെ കൈ പിടിച്ച് നിൽക്കുക. അതുപോലെ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ അതെൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. ഇവനിങ്ങനെ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നൊരു കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്, സ്ഥിരം ഡാൻസ് കളിയായിരുന്നു ഇവൻ്റെ ജോലി. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്, ഇതെല്ലാം സകല സംഗതികളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് നിന്ന് നമ്മുടെ ഇവിടുത്തെ ആരോ ആണെന്നൊക്കെ ഏതോ ഒരു കൊച്ചുമായിട്ട് വന്ന് നിൽക്കുക. അതുപോലെ ഇവൻ്റെ കൊച്ചിനെ സ്കൂളിൽ വിടാതെ നിർത്തിയിരിക്കുകയായിരുന്നു. അമ്മയും അച്ഛനും കൊച്ചും ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പല ഡ്രാമയാണ് ഇവന്മാർ നടത്തുന്നത്. ഇങ്ങനെ അങ്ങ് ശല്യം ചെയ്യുക നമ്മളെ, മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയുള്ള പല വേലകളാണ് ഇവന്മാരുടെ കയ്യിലുള്ളത്. ഇതൊക്കെയാണ് ഇവന്മാരുടെ ടെക്നിക്സ്. പിന്നെ ഇവന്മാരുടെ ഫോൺ കൊണ്ടുള്ള ടെക്നിക്കുകളാണ്. പല ഫോൺ നമ്മുടെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ കട്ടാക്കുക. നമ്മളിപ്പോൾ ഇവിടുന്ന് റെക്കോർഡ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചോ, മേഫെയർ എത്തുമ്പം കട്ടാക്കുക. എന്നിട്ട് ഇവന്മാർ പറയും നമ്മൾ മേഫെയറിൽ പോയതാണെന്ന്. ചുമ്മാതോ, നമ്മൾ പിന്നെയും അപ്പോഴത്തേനും നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഫുൾ എന്ന് പറഞ്ഞൊരു മെസ്സേജൊക്കെ ഇടുക. അങ്ങനെ പല വേലകളാണ് ഇവന്മാരുടെ കയ്യിലുള്ളത്. ഒത്തിരി വേലകൾ ഇവന്മാരുടെ കയ്യിലുണ്ട്. ഭയങ്കര നമ്മുടെ ഫോൺ കൺട്രോൾ ചെയ്യുക, നമ്മുടെ ക്യാമറ കൺട്രോൾ ചെയ്യുക, എല്ലാത്തിനും തെളിവായിട്ടുണ്ട് ഇപ്പം. എന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറ ഇൻവേർട്ടറിൽ കണക്റ്റഡായ ക്യാമറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പവർ പോയാൽ നിങ്ങളുടെ ക്യാമറ ഓഫാവോ ഇല്ലയോ? ഓഫാവത്തില്ല. പക്ഷേ ഇതെങ്ങനെ ഓഫാകുന്നു നിങ്ങൾ പറ. അങ്ങനെ അതുപോലെ ഇന്നലെ ഇലക്ട്രിസിറ്റിയുടെ കാര്യം സ്പഷ്ടമായിട്ടെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. അവർ പറയുന്നതും എല്ലാം ഉണ്ട്, അവർ ഓഫാക്കിയിട്ടില്ല. അങ്ങനെ നമ്മുടെ കറണ്ട് പവർ കൺട്രോൾ ചെയ്യുക. അങ്ങനെ പല രീതിയിലാണ് ഇവന്മാർ ഇതെല്ലാം ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക ഇവന്മാരെ കൊണ്ട്. ഇവിടെ എൻ്റെ കൂടെ എൻ്റെ അമ്മ മാത്രമാണുള്ളത്. പക്ഷേ ഭയങ്കര അവിടെ ഇവിടെയും കയറി കുറേ അവൾമാരും ഇരുന്നുകൊണ്ട് ഇങ്ങനെ കഥകളാങ്ങ് ആരൊക്കെയോ ഇവിടെ വരുന്നു പറിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഭയങ്കര കഥയാണ്.